Hello, welcome back to Homegrown Recipes. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഗ്രാൻഡ്മാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്, അതായത് അരിയുണ്ട. അപ്പോൾ അത് ഗ്രാൻഡ്മാ സ്റ്റൈലിലാണ് പ്രിപ്പയർ ചെയ്തത്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ആദ്യം നമ്മൾ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ അരി ഒന്ന് വറുത്തെടുക്കാൻ പറ്റിയ ഒരു ചട്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് പുഴുങ്ങലരി ആഡ് ചെയ്യാം. അപ്പോൾ ഇതിനെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പും നിറവും മാറുന്നത് വരെ നമ്മൾ ഇതിനൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറുത്ത് കിട്ടാനും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വറുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ മിക്സിയിലോട്ടിട്ട് നല്ലപോലെ പൗഡറാക്കി മാറ്റാം. ഇതിപ്പോൾ നല്ല പൗഡറായി മാറിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു തേങ്ങ ചതച്ചിടാം. അപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങ ഒന്ന് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കര ആഡ് ചെയ്യാം. ശർക്കര ചെറുതായി മുറിച്ച് വേണം ആഡ് ചെയ്യാൻ. അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു വലിയ പീസ് ശർക്കര ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും അധികം ശർക്കര ആഡ് ചെയ്യാം. അപ്പോൾ ഈ ചെറിയ ചെറിയ പീസ് ചെയ്ത ശർക്കര നമ്മളൊരു ചട്ടിയിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിനെ ഒന്ന് ഗ്യാസിൽ വെച്ച് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് മെൽറ്റ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ഇപ്പോൾ നല്ല പോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഈ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കര നമ്മൾ ഒരു അരിപ്പ കൊണ്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പൊടിച്ചു വെച്ച അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അരിപ്പൊടി ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് നല്ല മിക്സിങ് ആവശ്യമുണ്ട്. അഥവാ നിങ്ങൾ ചെയ്യുമ്പോൾ തേങ്ങയോ അഥവാ ശർക്കര കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ മിക്സിങ് ചെയ്യുമ്പോൾ തന്നെ കുറച്ചായി ആഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് നമ്മൾ ഇതിനെ വേണ്ട ഷേപ്പിലേക്കാക്കി മാറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ സെർവ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഈ അരിയുണ്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചായേൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ആ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക്